ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ. വേറെ ആരുടെ അല്ല കേട്ടോ, ഞങ്ങളുടെ ആദ്യക്കുട്ടൻ്റെ പിറന്നാളാണ്. ഉണ്ണിയേട്ടൻ്റെ പെങ്ങളുടെ മോൻ്റെ പിറന്നാൾ, എൻ്റെ നാത്തൂൻ്റെ. ആദ്യക്കുട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത് ഒരു 1.5 മാസമൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ മാരേജ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദ്യക്കുട്ടൻ ഇവിടെ ഉണ്ടേ. അപ്പം മുതൽ കാണാൻ തുടങ്ങിയതാണ്. എന്ത് പെട്ടെന്നാണ് വർഷങ്ങൾ പോയത്. ആൾക്കിപ്പോൾ 4 വയസ്സായി. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ബർത്ത്ഡേ താരം ആദ്യക്കുട്ടൻ. ഇന്നത്തെ ഡെക്കറേഷൻ കമ്മിറ്റി ഞാനും നാത്തിനോട് ചേർന്നായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് കൊള്ളാമോ? ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഉച്ചയായത്തേക്ക് സദ്യയൊക്കെ റെഡിയായി. ആദ്യക്കുട്ടനാണല്ലോ ഇന്നത്തെ താരം. അപ്പം ആൾക്ക് വേണമല്ലോ ആദ്യം കൊടുക്കാനായിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ആൾ കയറി ഇരിക്കും കേട്ടോ. ചെറിയ കുസൃതികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആദ്യക്കുട്ടൻ 4ാമത്തെ പിറന്നാൾ സദ്യ കഴിക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. ആദ്യക്കുട്ടനാണെങ്കിൽ കൊണ്ടുവരുന്ന ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഭയങ്കര കളിയും പരിപാടിയൊക്കെയാണ്. കിച്ചൂടിനാണെങ്കിൽ അമ്മായിയുടെ കൂടെ കട്ടിലിരുന്ന് ഭയങ്കര കളിയും. എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് ഫ്രീ ആയിരുന്നു. അങ്ങനെ സദ്യയൊക്കെ എല്ലാവരും കഴിച്ചു കേട്ടോ. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം മാമൻ കൊണ്ടുപോയി ഗിഫ്റ്റൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ഞങ്ങളിത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ ആദ്യക്കുട്ടിന് പിറന്നാളിന് കൊടുക്കാൻ വേണ്ടി. ഇതാണ് മാമൻ്റെ ഈ വർഷത്തെ സമ്മാനം. ആദ്യക്കുട്ടിന് അത് ഓടിച്ചു വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. കടയിലൊക്കെ കൊണ്ടുപോയപ്പോൾ കടയൊക്കെ അടപ്പായിരുന്നു. പിന്നെ ആദ്യക്കുട്ടിന് അത് ഓടിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അത് ഫിറ്റ് ചെയ്യും. ആദ്യക്കുട്ടിന് എന്തായാലും ഗിഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യക്കുട്ടിന് ഹാപ്പി, കൂടെ ഞങ്ങളും ഹാപ്പി. എന്തായാലും ആദ്യക്കുട്ടിന് അത് ഓടിച്ചു കിട്ടുമ്പോൾ നല്ല സന്തോഷം. ആളത് ഓടിക്കാനും ചവിട്ടാനൊക്കെ പഠിച്ചു വരുന്നല്ലോ കേട്ടോ. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ എന്തായാലും സെറ്റ് ആയിക്കോളൂ. കുറച്ചേരം ഓടിച്ചു കഴിയുമ്പോൾ ആള് പറഞ്ഞ് അകത്ത് പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അകത്ത് കുറേ ഗിഫ്റ്റുകൾ വേറെ ഇരിക്കുവാണേ. അപ്പം എല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ആള് ഭയങ്കര ബിസിയാണ്. കിച്ചൂടിനാണെങ്കിൽ ചേട്ടൻ സൈക്കിളൊക്കെ ഓടിക്കുന്നത് കണ്ട് അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിപ്പാണ് ചിരിച്ചുകൊണ്ട്. സൈക്കിൾ ഓടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അകത്ത് കയറി കേട്ടോ. ഈവനിങ്ങാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചത്, അതുകൊണ്ട് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ വന്ന് ആദ്യക്കുട്ടനാണെങ്കിൽ മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇതാണ് കേട്ടോ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക്. ആദ്യക്കുട്ടൻ ഭയങ്കര സ്പൈഡർമാൻ ഫാനാണ്, അതുകൊണ്ടാണ് ഈ ടീമിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്തത്. അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ്.
കിച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര കൈയടിയും ബഹളം. എല്ലാവരും കൈയടിച്ചപ്പോൾ ആളിങ്ങനെ അന്താളിച്ച് നോക്കി എന്താണ് സംഭവം എന്ന്. അതിനുശേഷം പിന്നെ ആളങ്ങ് കൈയടിക്കാൻ തുടങ്ങി, പിന്നെ അങ്ങ് നിർത്തുന്നില്ലായിരുന്നു. അങ്ങനെ ആദ്യക്കുട്ടിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് എല്ലാം ഇവിടെ മംഗളമായിട്ടായിരുന്നു കേട്ടോ. എല്ലാവരും കേക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ആൾക്ക്. ആദ്യക്കുട്ടിന് ഇനി വലിയൊരു സർപ്രൈസ് ആയിട്ടുള്ള സമ്മാനം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ആദ്യക്കുട്ടിന് അറിയത്തില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും ആൾക്കറിയത്തില്ല. കാരണം ആദ്യക്കുട്ടിൻ്റെ ഡാഡിക്ക് അത് ആദ്യക്കുട്ടിനെ അറിയാതെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ മേടിച്ചൊരു സാധനം കേട്ടോ. അപ്പം ദേ ആ ഒരു സമ്മാനം നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോണേ. വാ നമുക്ക് എന്താന്ന് നോക്കാം. ഞങ്ങളും കണ്ടിട്ടില്ല കേട്ടോ. എന്താണ് നമ്മുടെ ലൈഫിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആയിട്ടുള്ള കുറേ ഇതല്ലേ. കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും അവർ ഒരുപാട് സന്തോഷിക്കുന്നതും അതിക്കുള്ളൊക്കെ എന്തായാലും നമുക്ക് വലുതായിട്ടുള്ള കാര്യം. അങ്ങനെ ആദ്യക്കൂട്ടം തേണ്ട ഇവിടെ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് കേട്ടോ. ആള് വളരെ ഹാപ്പിയാണ്. കൂടെ എല്ലാവരും വളരെ ഹാപ്പി കേട്ടോ. ആദ്യക്കൂട്ട സന്തോഷം കണ്ടപ്പോൾ പാവം. അങ്ങനെ നമ്മുടെ ആദ്യക്കുട്ടൻ്റെ പിറന്നാളാഘോഷം ഇവിടെ മംഗളമായിട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ആദ്യക്കുട്ടൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. ബൈക്കൊക്കെ കിട്ടിയതിൻ്റെ. ആദ്യക്കുട്ടൻ്റെ ഡാഡിയും കൂടെ ബൈക്കൊക്കെ ഓടിച്ച് കളിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ കിച്ചുണ്ണിനെ കുറച്ചു നേരം നമ്മൾ ബൈക്കിലേക്ക് ഇരുത്തി. അങ്ങനെ കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞ ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോയിട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എന്ത് പറഞ്ഞാലും കോഴിക്കോടിലെ ഫുഡൊക്കെ വളരെ ടേസ്റ്റാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മളും ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു കേട്ടോ. ഇനിയിപ്പം മെയിനായിട്ടൊരു പണി വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോഴേ ഇത് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നൊരു പണിയാണ് ഈ പാത്രം കഴിച്ച. പിന്നെ എല്ലാവരുമായിട്ട് അത് ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ നമ്മുടെ ആദ്യക്കുട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇവിടെ മംഗളമായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ലവ് യു ഗൈസ്. ടേക്ക് കെയർ. സീ യു.